ഇന്ന് നമ്മൾ ഓട്സും പഴവും ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത്. നല്ല ടേസ്റ്റിയാണ്, അത്യാവശ്യം ഹെൽത്തിയാണ് കേട്ടോ കേക്ക്. ഹെൽത്തി എന്ന് പറയുന്നില്ല, എന്നാലും ഉള്ളതിൽ വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അത്. പഴവും ഓട്സൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 1.5 കപ്പ് ഓട്സ് വേണം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഓട്സാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോൾഡ് ഓട്സ് ആണ് കയ്യിലുള്ളതെങ്കിൽ അതെടുക്കാം. ഒരു ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു നല്ല ഫ്ലേവറിന്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ഇനി ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നേന്ത്രപ്പഴം ഞാൻ ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പഴം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇട്ടതാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഒരച്ച് ശർക്കര ഉരുക്കിയതാട്ടോ. നമ്മളുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നമ്മളിതിൽ മധുരമൊക്കെ പഴമൊക്കെ ചേർക്കണതുകൊണ്ട് കുറച്ച് മധുരം മതി. ഹെൽത്തി ആയിട്ടുള്ളൊരു വേർഷനിലല്ലേ തയ്യാറാക്കുന്നത്. ഇനി 2 മുട്ടയെടുത്ത് അതിലേക്ക് വാനില എസൻസും ഒരു നുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പഴം നമ്മൾ അടിച്ചെടുത്തതൊന്ന് ചേർത്ത് കൊടുക്കുക. എൻ്റെ ഇതിപ്പോൾ നന്നായി അറിഞ്ഞില്ല കേട്ടോ, അപ്പോൾ ഞാൻ നന്നായിട്ട് അതിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 1/4 കപ്പ് ഈത്തപ്പഴം അരിഞ്ഞെടുത്തതും പിന്നെ കുറച്ചൊരു 3-4 കാഷ്യൂനട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചില്ലേ ഓട്സ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനൊരു നുള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ, നിർബന്ധമില്ല. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർക്കുന്നത് കേട്ടോ. അതുകൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നേരെ നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. കേക്ക് ടിന്ന് ഞാൻ എണ്ണയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓവനിലാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ നമ്മൾ സാധാരണ ബേക്ക് ചെയ്യില്ല, അതുപോലെ ചെയ്ത് നോക്കാം. ഒരു 30-40 മിനിറ്റ് ഒക്കെ വെച്ച് നോക്കിയിട്ട് വെന്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയ ശേഷം വേണം കേട്ടോ ഇതെപ്പോഴും ഈ ഒരു ടിന്നിൽ തന്നെ മാറ്റാൻ. ഇപ്പോൾ ഇതിവിടെ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നല്ലതുപോലെ ചൂടാറിക്കഴിഞ്ഞ ശേഷമാണ് ഞാനിത് പുറത്തെടുക്കുന്നത്. അപ്പം നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞ ശേഷമാണ് ഞാനിതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തണുക്കാതെ ചൂടോട് കൂടിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പഴവും ഓട്സൊക്കെ അല്ലേ, ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല, ഒട്ടിപ്പിടിക്കും കേട്ടോ, വേവാത്ത പോലെയൊക്കെ തോന്നും. അപ്പോൾ നന്നായിട്ട് തണുത്ത ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യാം. Thank you.